എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണം, എനിക്ക് തന്നേ പറ്റൂ. हालेलुया। यदि नहीं मिला तो हम हमारे सभी प्रकार का स्वभाव से हम जिद्दी करने का कोशिश करते हैं। ഇനി എങ്ങാനും ദൈവം അത് തന്നില്ലെങ്കിൽ നമ്മുടെ സകല സ്വഭാവങ്ങളും എടുത്ത് നമ്മൾ ദൈവത്തോട് വഴക്കുണ്ടാക്കും. लेकिन परमेश्वर को हमारे बारे में उद्देश्य क्या है वो भी हम जानना बहुत जरूरी है। എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്തെന്ന് നമ്മൾ അറിയണം. जल्दी से वचन से कुछ भाग के और हमारे ध्यान हम देखेंगे, ध्यान रखेंगे। അതിന് ആധാരമായ ചില വചനഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. प्रेरितों के काम उसके 16वें अध्याय उसके 6 से लेकर 10 तक की आयतों के और हमारे ध्यान हम लेकर आएंगे। प्रेरितों के काम 16वें अध्याय चैप्टर 16 वर्सेस 6 to 10 हम जल्दी से देखेंगे। അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷനരികെ നിന്നു. നീ മക്കതോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ആ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കതോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. आमीन। यहाँ पर पौलुस और उसके साथी आमीन बड़े मिशनरी यात्रा के लिए शुरुआत कर रहा है। പൗലോസും തന്റെ കൂടെയുള്ളവരും ഒരുമിച്ച് ഒരു മിഷണറി യാത്ര ആരംഭിക്കുക. उनके अंदर एक एम है कि वे जहां पर जाएंगे सुसमाचार को सुनाएंगे। അവർക്കൊരു ഉദ്ദേശമുണ്ട്. അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിക്കണം. और जैसे ही यात्रा शुरू कर रहा है उन्होंने एक उद्देश्य बनाया है कि फलाने जगह में हम जाएंगे और वहां पर सुसमाचार को हम बांटने वाले हैं। അവർ യാത്ര തിരിച്ചപ്പോഴേ അവർ ചിന്തിച്ചു ഇന്നിന്ന ദേശങ്ങളിൽ കടന്നുപോയി ആ ദേശങ്ങളിൽ വചനം പ്രസംഗിക്കണം. यहाँ पर बताया है कि एशिया में आया और वहां पर आकर जब सुसमाचार सुनाने के लिए आग्रह किया तो पवित्र आत्मा ने उन्हें रोका और कहता है कि इधर प्रचार नहीं करना। അവരങ്ങനെ വചനം പ്രസംഗിക്കുവാനായി ആസ്യയിൽ എത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവർ വചനം പ്രസംഗിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. वे गलातिया से होकर जब इस जगह पर आया तो पवित्र आत्मा कहता है कि यहाँ पर प्रचार नहीं करना है। അവർ അവിടെ നിന്ന് മുന്നോട്ട് പോയി ഗലാത്യ ദേശത്തിൽ കൂടെ സഞ്ചരിച്ചു. മുന്നോട്ട് പോകുമ്പോൾ അവിടെയും പരിശുദ്ധാത്മാവ് അവരെ പ്രസംഗിക്കാൻ വിലക്കി. प्रचार करने के लिए निकला है तो पवित्र आत्मा उन्हें सच में मदद करना चाहिए, लेकिन यहाँ पर तो पवित्र आत्मा उन्हें रोक रहा है। ആ വാസ്തവത്തിൽ പ്രസംഗിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ അവരെ പ്രസംഗിക്കുവാൻ വിലക്കുകയാണ്. उन्होंने निर्णय लिया कि चलो इधर तो रोका है, हम बिथुनिया से होकर जाएंगे बोलकर बिथुनिया में जाकर यीशु के बारे में प्रचार करने के लिए वे आग्रह करते हैं। അവരിങ്ങനെ ചിന്തിച്ചു, ഇവിടെയല്ലേ നമ്മളെ വിലക്കിയത്, എന്നാൽ മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്ത് ബിഥുന്യയ്ക്ക് പോകാം. അവർ ബിഥുന്യയിൽ എത്തിയപ്പോൾ അവിടെയും പരിശുദ്ധാത്മാവരെ വിലക്കി. पवित्र आत्मा उन्हें वहां पर भी रोक रहा है। ദൈവത്തിന്റെ ആത്മാവ് അവരെ ആ ദേശത്തും വിലക്കുകയാണ്. और फिर वे त्रोवास में आकर इंतजार कर रहा है। പിന്നെ അവർ അവിടെ നിന്ന് കടന്ന് ത്രോവാസിൽ വന്നു നിൽക്കുകയാണ്. अभी 2 बार एक व्यक्ति ने यदि मना किया तो फिर हमारा मन बहुत ही कमजोर हो जाता है। ഒരു കാര്യത്തിൽ ഒരു വ്യക്തി 2 പ്രാവശ്യം നമ്മളെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് മടുക്കും. बड़े जोश के साथ निकले थे सेवकाई के लिए, लेकिन 2 बार तुरंत मना कर दिया तो हम पीछे हटने के लिए कोशिश कर देते हैं। വലിയ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചത് 2 പേര് ആ കാര്യത്തിൽ ആമേൻ വേണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പിന്നെ മനസ്സും എടുത്ത് പിന്മാറും. लेकिन यहाँ पर जब त्रोवास में परमेश्वर के लिए इंतजार कर रहा है तब वे एक दर्शन देख रहा है कि मैसिडोनिया से हालेलुया एक व्यक्ति ने बुला रहा है उनके पास आकर यीशु के बारे में प्रचार करने के लिए। അവർ ത്രോവാസിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് രാത്രിയിൽ പൗലോസിന് ദർശനമുണ്ടാകുകയാണ്. മക്കതോനിയയിൽ നിന്ന് ഒരു വ്യക്തി തന്നോട് അപേക്ഷിക്കുന്നത് ദർശനത്തിൽ കണ്ടു. അവരെ സുവിശേഷം അറിയിപ്പാൻ വിളിക്കുന്നതായി തങ്ങൾ കാണുകയാണ്. Come over to Macedonia, हालेलुया, मैसिडोनिया की ओर आओ और यीशु के बारे में प्रचार करो बोलकर वो एक दर्शन के द्वारा देख रहा है। ഈ മക്കതോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് അപേക്ഷിക്കുന്നതായി താൻ ഒരു ദർശനം കണ്ടു. हालेलुया। काफी बार परमेश्वर कुछ द्वारों को बंद करता है ताकि परमेश्वर एक अलग जगह पे
हालेलुया परमेश्वर के लोगों के लिए वो द्वार खोल कर देना चाहता है। ദൈവം ചില സാഹചര്യങ്ങളിൽ ചില വാതിലുകൾ നമ്മുടെ മുന്നിൽ അടയ്ക്കുന്നത് മറ്റു ചില ദേശങ്ങളിലേക്ക് മറ്റു ചില വഴികളിലേക്ക് നമുക്കൊരു വാതിൽ തുറക്കപ്പെടുവാനാണ്. परमेश्वर का ना कभी भी पूर्ण तौर से ना नहीं है, बल्कि एक रीडायरेक्शन है, एक अलग दिशा की ओर परमेश्वर में लेकर जाना चाहता है। ദൈവത്തിന്റെ ആമേൻ നോ എന്ന ആൻസർ അല്ലെങ്കിൽ ദൈവം ഇല്ല വേണ്ട എന്ന് പറയുന്നതെല്ലാം പൂർണ്ണമായി അത് വേണ്ട എന്നല്ല. ദൈവം നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് വഴി തിരിച്ച് ദിശ മാറ്റി മറ്റൊരിടത്തേക്ക് വിടുവാനുള്ള ഒരു വഴിയാണ്. परमेश्वर कुछ लोगों को वहां पर इंतजार करवा रहा है ताकि आप उधर जाकर यीशु के बारे में प्रचार करें। ദൈവം അവിടെ ചിലരെ ഒരുക്കിക്കൊണ്ട് വരികയാണ് ചില ദേശങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുവാൻ. हालेलुया। और फिलिपी में एक बहुत बड़ा कलीसिया का स्थापना होने के लिए उनका ये मिशनरी जर्नी एक कारण हो रहा है। ആ മിഷണറി യാത്ര മുഖാന്തരമാണ് ഫിലിപ്പിയിൽ ഒരു വലിയ ദൈവസഭ സ്ഥാപിക്കപ്പെടുവാൻ മുഖാന്തരമായി തീർന്നത്. हालेलुया। और लिखा गया है कि पौलुस के सबसे कठिन समय में यही कलीसिया, फिलिपी की यही कलीसिया ने पौलुस के लिए सबसे बड़ा मदद के लिए कारण हो गया। മുന്നോട്ട് വചനം വായിക്കുമ്പോൾ നമ്മളോട് വചനം പറയുന്നുണ്ട്, പിന്നീട് പൗലോസിന്റെ കഠിനമേറിയ ജീവിതാനുഭവങ്ങളുടെ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഫിലിപ്പിയ സഭയാണ്. हालेलुया। वे जब कारागृह में थे, जब बंदी गृह में थे, तब यही कलीसिया ने उन तक मदद पहुंचाने के लिए कारण हुआ था। പൗലോസ് ജയിലിലായിരിക്കുന്ന സമയങ്ങളില് തനിക്ക് സഹായം അയച്ചു കൊടുത്ത ഒരു ദൈവസഭയാണ് ഫിലിപ്പിയ സഭ. जब कोई मदद करने के लिए नहीं था, फिलिप्पी की कलीसिया पौलुस के लिए मदद के लिए कारण हो रहा है। ആരും സഹായിക്കാനില്ലാഞ്ഞ സാഹചര്യത്തിൽ ഫിലിപ്പിയ സഭ ഒരു സഹായം പൗലോസിന് ചെയ്തു. यदि केवल बिथुनिया में प्रचार होकर वापस जाना पड़ता तो परमेश्वर का उद्देश्य फिलिपी में शायद नहीं होता था। ഒരു പക്ഷേ ബിഥുന്യയിൽ മാത്രം പ്രസംഗിച്ച് മടങ്ങിപ്പോയിരുന്നുവെങ്കിൽ അവരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ഫിലിപ്പിയിൽ നടക്കില്ല. हमारा काफी बार ना करके सुनना हमारे जिंदगी में एक नया दिशा परमेश्वर जैसा चाहता है उसकी ओर हमें नियंत्रण करने का कोशिश कर रहा ചില है। സാഹചര്യങ്ങളിൽ ദൈവം നമ്മളോട് നോ വേണ്ട ഇല്ല എന്ന് പറയുമ്പോൾ അത് അവൻ മറ്റൊരു ദിശയിലേക്ക് നമ്മളെ വഴിതിരിച്ചു വിടുന്ന ഒരു അനുഭവമായി മുന്നിലുണ്ട്. एक उदाहरण के साथ आपको समझाने का कोशिश मैं करता हूँ। ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കട്ടെ. हम जब यूपी में थे, मेरठ में थे, तब वहां पर मेरे एक मित्र परमेश्वर की दास के चर्च में एक चाकू अंकल नाम का एक अंकल आया। ഒരിക്കൽ ഞങ്ങൾ മീററ്റിലായിരിക്കുന്ന സമയത്ത് ദേവദാസിന്റെ കൂട്ടുകാരന്റെ സഭയിൽ ചാക്കോ അങ്കിൾ എന്ന പേരുള്ള ഒരപ്പച്ചൻ വന്നു. वे काफी साल ओएम के साथ, ऑपरेशन मोबिलाइजेशन के साथ परमेश्वर की सेवकाई किए एक परमेश्वर के दास है। താൻ അനേകം വർഷങ്ങളായി ഓപ്പറേഷൻ മൊബിലൈസേഷൻ OM മിനിസ്ട്രിയിൽ കർത്താവിന്റെ വേല ചെയ്ത അങ്കിളാണ്. वे केरला छोड़कर उत्तर भारत में आके परमेश्वर क्या सेवकाई वे वहां पर कर रहे थे। ആ അങ്കിൾ കേരളം വിട്ട് ഉത്തര ഭാരതത്തിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു സമയം. हालेलुया। बड़े कठिनाई के समय था, लेकिन ऐसे समय में अचानक से उनके लीडरशिप के साथ कुछ बातों में तनाव हो जाता है और प्रेज लॉर्ड वे उस जगह छोड़कर केरला जाने के लिए आग्रह करते हैं। തന്റെ ജീവിതത്തിലും ഒരു കഠിനമേറിയ സമയം കടന്നു വരുവാനിടയായി തീർന്നു. താൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്റെ നേതാക്കളുമായി തന്റെ ലീഡേഴ്സുമായി തനിക്ക് ചില വാക്കുവ്യത്യാസങ്ങൾ ഉണ്ടായി. താൻ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമെടുത്തു. हालेलुया। वे बोलने के लिए मैंने उस बातों को सोल्यूशन लाने के लिए कोशिश की, लेकिन सोल्यूशन नहीं मिल रहा है। इसके लिए बड़े निराश होकर केरला जाने के लिए वो निश्चय लेता है। താൻ അവരുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരു നിലപാടിൽ വരുവാൻ അത് പറഞ്ഞു തീർക്കുവാൻ ശ്രമിച്ചിട്ടും കഴിയാതെ താൻ നിരാശപ്പെട്ട് നാട്ടിലേക്ക് പോകാൻ യാത്ര തിരിച്ചു. हालेलुया। जाते जाते वे सोचा कि हालेलुया कलकत्ता में दूसरा एक ओएम का लीडर है, वहां जाकर फिर वहां से केरला की ओर हम जाएंगे। താൻ തിരിച്ചു പോകുന്ന വഴി യാത്രയിൽ താൻ ഇങ്ങനെ ചിന്തിച്ചു, നേരിട്ട് പോകുന്നില്ല, എന്നാൽ കൽക്കട്ടയിൽ ഒരു
മറ്റൊരു OM-ന്റെ ലീഡർ ഉണ്ട്, തന്റെ കൂടെ ഒന്ന് തന്നെ കണ്ടിട്ട് അവിടുന്ന് നാട്ടിലേക്ക് പോകും. क्योंकि उन समयों में डायरेक्ट ट्रेन नहीं था, अलग अलग ट्रेन में ट्रैवल करके केरला तक पहुंच पाते थे. ആ കാലത്ത് അവർക്ക് നേരിട്ട് പോകുവാൻ കേരളത്തിലേക്കുള്ള ട്രെയിൻ ഇല്ലായിരുന്നു. അവർക്ക് പലയിടത്ത് ഇറങ്ങി മാറി കയറി വേണം പോകാൻ. इसके लिए कलकत्ता में उस लीडर के पास उस रात को पहुंचे और वहां पहुंचते ही उस लीडर के साथ अपने सारे दर्दों को वो बांट रहा है. അന്ന് രാത്രി താൻ യാത്ര ചെയ്ത് കൽക്കട്ടയിൽ ആ ലീഡറിന്റെ അടുത്ത് ചെന്ന് അന്ന് രാത്രി താൻ മുഴുവൻ തന്റെ ദുഃഖവും ആ ലീഡറിനോട് പറഞ്ഞു. ये जो लीडर है उन्होंने कोई जवाब नहीं दिया. ആ വ്യക്തി ഇത് മുഴുവൻ കേട്ടിട്ട് ഒരു ഉത്തരം പോലും പറഞ്ഞു. हालेलुया. और लास्ट में कहता है कि भाई आप काफी दूर से यात्रा करके थक कर आए हैं, इसके लिए खाना खाकर आप थोड़ा विश्राम करो, कल सुबह हम आराम से बात करेंगे. താൻ തന്നോട് ഇങ്ങനെ പറഞ്ഞു, ഓക്കെ ശരി, നിങ്ങള് വളരെ യാത്ര ചെയ്ത് വന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലേ, ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം, നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ये चाको अंकल बड़ा निराश हो गया. अरे मैंने इतना सब कुछ मेरे लीडर से मैंने मेरा दर्दों को बांटा, लेकिन कोई जवाब उसने नहीं दिया. क्यों ऐसा हो रहा है? ആ കർത്തൃദാസന്, ആ ചാക്കോ അങ്കിളിന് വളരെ മനപ്രയാസമായി. താനിങ്ങനെ ചിന്തിച്ചു, എന്റെ ഇത്രയും വലിയ വേദനകളെല്ലാം പറഞ്ഞിട്ടും ഈ ലീഡർ എന്നോട് ഒരു വാക്കുപോലും ഒന്ന് ആശ്വസിപ്പിക്കുകയോ പറയുകയോ ചെയ്തില്ലല്ലോ. लेकिन प्रेस लॉर्ड बड़े निराश के साथ वो सोने के लिए चले गए. और अगले सुबह जब वे उठकर आया तो ये लीडर उनसे पूछता है कि चाको ब्रदर, क्या आपके पास पासपोर्ट है? എന്നാൽ രാത്രി താൻ കിടന്നുറങ്ങി, വളരെ നിരാശപ്പെട്ട് താൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ലീഡർ തന്നെ ആദ്യം കണ്ടപ്പോൾ ചോദിക്കുന്നത്, ചാക്കോ ബ്രദറെ, നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടോ? उन्होंने कहा कि मेरे पास पासपोर्ट है. താൻ പറഞ്ഞു, ഹാ ഉണ്ട്. उन्होंने कहा कि आप जल्दी से जाकर डूलोस का एक शिप आ रहा है, हालेलुया, उसके लिए आप जल्दी से एनरोल करना है. തന്നോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂലോസ് എന്ന ഒരു കപ്പൽ വരുന്നുണ്ട്, അതിനകത്തേക്ക് നീ എൻറോൾ ചെയ്യണം. उन्होंने जाकर तुरंत इस डूलोस के शिप के उस यात्रा के लिए एनरोल किया. और परमेश्वर की एक आश्चर्य कार्य उनके जिंदगी में ये हुआ कि उसी यात्रा में करीबन 200 राज्यों में जाकर यीशु के बारे में प्रचार करने के लिए चाको अंकल की जिंदगी में परमेश्वर ने अद्भुत कार्य किया. അന്ന് ആ ലീഡർ പറഞ്ഞതനുസരിച്ച് താൻ ആ കപ്പലിലേക്ക് തന്റെ പേര് കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആ യാത്ര താൻ ആരംഭിച്ചു. ആ ഒരു യാത്രയിൽ ഏകദേശം 200ഓളം രാജ്യങ്ങളിൽ പോയി കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ചാക്കോ അങ്കിളിന്റെ ജീവിതത്തിലിടയായി. हालेलुया, प्रेज लॉर्ड. जहां पर एक जगह पर ना कहा गया था, वो ना परमेश्वर उसके जिंदगी में एक रीडायरेक्शन था, एक एक अलग मोड़ की ओर, अलग दिशा की ओर परमेश्वर ने लेकर जा रहा था. ഒരു ഭാഗത്ത് ഒരു നോ എന്ന് താൻ കേട്ടപ്പോൾ, വേണ്ട, ഇല്ല എന്ന് താൻ കേട്ടത് തന്റെ ജീവിതത്തിൽ മറ്റൊരു ദിശയിലേക്ക് തന്നെ വഴിതിരിച്ചു വിടുന്നതിന് കാരണമായി തീർന്നു. चाको अंकल ने कभी नहीं सोचा कि उनके जिंदगी में ऐसे एक मोड़ आने वाला है. ചാക്കോ അങ്കിൾ ഒരിക്കലും ചിന്തിച്ചില്ല തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിശ മാറ്റം ഉണ്ടാകുമെന്ന്. उन्होंने निर्णय लिया था कि केरला जाकर खेती कर यीशु का सुसमाचार करेंगे. താൻ ചിന്തിച്ചതും തീരുമാനിച്ചതും ഇങ്ങനെയാണ്, തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോയി അവിടെ കൃഷിയൊക്കെ ചെയ്ത് കർത്താവിന്റെ വേല ചെയ്യാം. लेकिन वहां पर खेती करते करते वो निराश हो जाता था. परमेश्वर का उद्देश्य उसके बारे में खेती करने के लिए नहीं, बल्कि हालेलुया, अलग अलग राज्यों में यीशु के बारे में प्रचार करने के लिए परमेश्वर से तैयार कर रहा था. എന്നാൽ കർത്താവിന് തന്നെ കുറിച്ചുള്ള ഉദ്ദേശം താൻ കേരളത്തിൽ പോയി കൃഷി ചെയ്ത് നിരാശനായി പോകുവാനല്ല, മറ്റു പല ദേശങ്ങളിലും കർത്താവിന്റെ സാക്ഷിയാകുവാൻ ദൈവത്തിന് തന്നെ കുറിച്ച് ഉദ്ദേശമുണ്ടായിരുന്നു. हालेलुया. काफी बार परमेश्वर का नाम हमारे जिंदगी में बहुत बड़ा एक रीडायरेक्शन हो जाता है. പലപ്പോഴും ജീവിതത്തിൽ ദൈവം പറയുന്ന നോ നമ്മുടെ വഴിത്തിരിവിന് കാരണമായി തീരാറുണ്ട്. पौलुस और उसके साथियों को परमेश्वर जब ना बोला, परमेश्वर फिलिप्पी में एक कलीसिया का स्थापना करने के लिए पौलुस के द्वारा परमेश्वर उद्देश्य बना के रखा है. പൗലോസിനോടും കൂട്ടരിനോടും ദൈവം പലയിടങ്ങളിലും വിലക്ക് കൽപ്പിച്ചപ്പോൾ ദൈവികമായ ഉദ്ദേശത്തിൽ ഫിലിപ്പിയിൽ പൗലോസ് മുഖാന്തരം ഒരു വലിയ സഭ എഴുന്നേൽക്കണമെന്ന
ആമേൻ ആ ദൈവിക ഉദ്ദേശം സ്ഥാപിതമാകുവാനിടയായി. पुराने नियम से एक व्यक्ति को जल्दी से स्मरण दिलाने के लिए कोशिश करता हूँ। പഴയ നിയമത്തിൽ നിന്നും കൂടെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം. पहला राजा उसके 19वें अध्याय उसके 4 आयत की ओर हमारे ध्यान जब हम लेकर आते हैं, पहले राजा 19वें अध्याय उसके 4, वहां पर एलिया नाम का एक भविष्यवक्ता को हम देखते हैं। ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയാവ് പ്രവാചകനെ നമ്മൾ കാണുന്നു. हालेलुया, ये भविष्यवक्ता बड़े अजंबे कार्य किया है करमेल के उस पर्वत में। हालेलुया, प्रेज़ लॉर्ड, अनेक भविष्यवक्ताओं को मार डाला और परमेश्वर जैसे कहा वैसा आश्चर्य कार्य करके बैठा है। ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ ദൈവത്തിനു വേണ്ടി വളരെ വീര്യപ്രവർത്തികൾ ചെയ്ത് അത്ഭുതങ്ങൾ ചെയ്ത് കർമ്മേലിന്റെ പർവ്വതത്തിൽ വാലിന്റെ പ്രവാചകന്മാരെ തകർത്തു കളഞ്ഞ് ദൈവത്തിന്റെ ഹിതം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വലിയ പ്രവാചകൻ. लेकिन ऐसा एक समय में इस्राएल नाम का राज्ञी कहता है कि अगले दिन सुबह इस समय होने पर इसके गर्दन के ऊपर सिर नहीं रहेगा, मार डालने वाला हूं। അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസബേൽ എന്ന ഒരു സ്ത്രീ തന്നോട് പറയുകയാണ്, നാളെ ഈ നേരത്ത് പ്രവാചകന്റെ കഴുത്തിന് മുകളിൽ തല കാണത്തില്ല എന്നൊരു കൽപ്പന. हालेलुया, इतने आश्चर्य कार्य किया हुआ ये परमेश्वर के दास तुरंत परमेश्वर से कहता है, इट इज इनफ लॉर्ड, इट इज इनफ, टेक माई लाइफ, ये काफी है परमेश्वर, अब मेरे प्राण को तू ले ले। അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണ് ഏലിയാവ് നിരാശപ്പെട്ടു പോവുകയാണ്. ഏലിയാവ് പറയുക, മതി കർത്താവേ മതി, ഇനി എന്റെ ജീവനെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്നൊരു പ്രാർത്ഥന. 400 से अधिक भविष्यवक्ताओं को, झूठे भविष्यवक्ताओं को मार डालने वाला व्यक्ति के अंदर एक शब्द इतना निराश कैसा बना सकता है? 400-ൽ പരം ബാലിന്റെ കള്ളപ്രവാചകന്മാരെ ജീവനോടെ നശിപ്പിച്ചു കളഞ്ഞ ആ പ്രവാചകൻ ഈ ഒരു വാക്ക് കേട്ട് എങ്ങനെയാണ് ഭയപ്പെടുന്നത്? अरे, हमने प्रार्थना किया, बीमार चंगा होते हुए देखा, लेकिन जब हमारे जिंदगी में एक बीमार आ जाता है हम काफी बार निराश हो जाते हैं। അനേകർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവർ സുഖപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ രോഗം വരുമ്പോഴേക്കും ഭയം എന്താ വരുന്നത്? आपके बारे में कैसा है मुझे नहीं पता, मैं मेरे बारे में बोल रहा हूँ। നിങ്ങളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, ഞാൻ എന്റെ കാര്യം പറയുകയാണ്. हालेलुया, प्रेज़ लॉर्ड, निराश जल्दी आ जाता है। നിരാശ പെട്ടെന്ന് വരുന്നത്. अरे परमेश्वर, क्या ये ठीक होने वाला है? क्या और आगे में बढ़ सकते? निराशा के शब्द शैतान हमारे मन में भरने के लिए कोशिश करता है। ദൈവമേ, ഇത് സുഖമാകുന്ന അസുഖമാണോ, ഇതെങ്ങനെ മാറും, ഇതെന്തായി തീരും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഭയപ്പെട്ട് നിരാശപ്പെടുകയാണ്. डॉक्टर ने फलाना रिपोर्ट बोला है, डॉक्टर ने कहा कि नहीं होने वाला, लेकिन क्या परमेश्वर सच में तू भी हमारा हाथ छोड़ने वाला है? निराशा की बातें मन में आना शुरू हो जाता है। ഡോക്ടർ ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് പറഞ്ഞത്, ഡോക്ടർ ഇത് സാധ്യമല്ലെന്നാ പറഞ്ഞത്, ഇതെന്തായി തീരുമെന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടുകയാണ്. एलिया कहता है कि टेक माय लाइफ, मेरे प्राण को ही तू ले ले, खुदा करके परमेश्वर से वो प्रार्थना कर रहा है। ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് അതിലും കൂടിയ ലെവലിലാണ്. താൻ പറയുക, ദൈവമേ മതി, എന്റെ പ്രാണൻ അങ്ങ് എടുത്തു. लेकिन सच में मैं परमेश्वर को धन्यवाद देता हूं कि परमेश्वर उसका प्रार्थना सुना ही नहीं है। എന്നാൽ ദൈവത്തിന് ഞാൻ വാസ്തവമായി നന്ദി പറയുകയാണ്, ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. क्योंकि एलिया मृत्यु देखे बिगर, हालेलुया, उस अग्नि से भरा हुआ उस रथ में परमेश्वर जब स्वर्ग की ओर उठाकर लेकर जा रहा है, ആ ഏലിയാവ് പിന്നീട് താൻ മരണം കാണാതെ അഗ്നിമയമായ രഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. सच में मैं इमेजिन कर रहा था कि जब उस रथ में उसको लेकर जा रहा है, एलिया हाथ उठाकर परमेश्वर को धन्यवाद किया होगा कि खुदा अच्छा हो गया कि आपने मेरा प्रार्थना नहीं सुना है। ഞാൻ ഇങ്ങനെ ഭാവനയിൽ കാണുകയായിരുന്നു, ആ അഗ്നിമയമായ രഥത്തിൽ ഏലിയാവ് ഇങ്ങനെ എടുക്കപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ താൻ രണ്ട് കൈകളും ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു കാണും, ദൈവമേ അന്ന് എന്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞതിനായിട്ട് നന്ദി. यदि उस समय परमेश्वर ने प्रार्थना सुना होता तो ऐसा इतना अनोखा अनुभव उसके जिंदगी में कैसा वो अनुभव कर पाते थे? അന്ന് ദൈവം തന്റെ പ്രാർത്ഥന കേട്ട് തന്റെ ജീവൻ എടുത്തിരുന്നെങ്കിൽ ഇത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം ഏലിയാവിന് ലഭിക്കില്ലായിരുന്നു. सच में परमेश्वर काफी बार हमारे प्रार्थना नहीं
नहीं सुनता है, इसके लिए हम आज भी जिंदा बचे हैं। നമ്മുടെ പ്രാർത്ഥന പല സാഹചര്യത്തിലും ദൈവം കേൾക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. हालेलुया। काफी बार परमेश्वर का ना हमें प्रोटेक्ट करने के लिए है, हमें सुरक्षा देने के लिए है। काफी बार हम उस बातों को समझ नहीं पा रहे हैं। പല സാഹചര്യത്തിലും ദൈവം നമ്മളോട് ചില വിഷയങ്ങൾക്ക് നോ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം ഒരു സംരക്ഷണം ഒരുക്കുന്നുണ്ട്. Hallelujah. It is for something greater joy, having कुछ अनोखा महिमा के लिए परमेश्वर में तैयार कर रहा है। ചില വലിയ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. हालेलुया। उस अनंतता की अनुभव के लिए परमेश्वर में प्रिपेयर कर रहा है। ആ നിത്യജീവന്റെ സന്തോഷത്തിലേക്ക് ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. इसके लिए परमेश्वर का ना हम सुनने के लिए आदत बनाना जरूरी है। അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ചില സാഹചര്യങ്ങളിലൊക്കെയും നോ എന്നത് കേൾക്കുവാനും അംഗീകരിക്കാനും നമുക്ക് തയ്യാറാകണം. रोमियो के खत उसके 5वें अध्याय उसके 3 से लेकर 5 तक की आयतों को भी जल्दी से हम देखेंगे। रोमियो के खत उसके 5वें अध्याय उसके 3 से लेकर 5 तक की आयतों की और जल्दी से हमारे ध्यान हम लेकर आएंगे। റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. हालेलुया। उस कठिनाइयों के बीच में भी मैं परमेश्वर में आनंदित होता हूं, वो पौलुस हमें स्मरण दिलाता है। കഷ്ടതയിലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. क्योंकि वो कष्टता हमारे जिंदगी में आने के कारण मेरे जिंदगी में उस परसिवरेंस, उस पेशेंस को मैं अनुभव करने के लिए सीखा हूं। കാരണം കഷ്ടത ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് സഹിഷ്ണുത ലഭിക്കുവാനിടയായി. और वो अनुभव मेरा कैरेक्टर डेवलपमेंट करने के लिए कारण हो रहा है। ആ സഹിഷ്ണുത എന്റെ ജീവിതത്തിൽ സിദ്ധതയുളവാക്കും. हालेलुया। पहले मेरे कैरेक्टर जैसे परमेश्वर चाहता है वैसा नहीं था, लेकिन कष्टता, कठिनाइयां, जो क्लेश की अनुभव मेरे कैरेक्टर को फॉर्मेशन में लाया। एक अच्छा इमेज, मसीह का इमेज में वो मुझे तैयार करके बाहर लेकर आ रहा है। എന്റെ സ്വഭാവങ്ങളൊന്നും ക്രിസ്തുവിന് അനുകാരമായിട്ടായിരുന്നില്ല. എന്നാൽ കഷ്ടത എന്റെ ജീവിതത്തിൽ വന്നത് എന്റെ സ്വഭാവത്തെ രൂപീകരിക്കുവാനിടയായി. എന്റെ സ്വഭാവങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന ഒരു സ്വഭാവമായി തീരുവാൻ അത് കാരണമായി. पहले संसारिक लोगों के समान था मेरा स्वभाव, लेकिन मेरे जिंदगी में आया हुआ तनाव, मुश्किलें, बीमारी, क्लेश मेरे जिंदगी को तैयार किया है, प्रिपेयर किया है यीशु का स्वभाव में मुझे तैयार करने के लिए। പണ്ട് എന്റെ ജീവിതം ലോക മനുഷ്യരെ പോലെ ആയിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതയുടെ അനുഭവങ്ങൾ എന്നെ രൂപാന്തരപ്പെടുത്തി എന്റെ സ്വഭാവത്തെ മാറ്റിയെടുത്തി ക്രിസ്തുവിനോട് അനുരൂപമായ ഒരു സ്വഭാവമാക്കി മാറ്റുവാനിടയായി. और फिर लास्ट में कहता है कि मुझे वो इटर्नल होप, उस अनंतता की आशा से परमेश्वर ने मुझे भर दिया है। അവിടെ പറഞ്ഞിരിക്കുന്ന അവസാനമായി സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. നിത്യജീവനെ കുറിച്ചും നിത്യതയെ കുറിച്ചുമുള്ള ഒരു ആശ എന്റെ ജീവിതത്തിൽ കഷ്ടത തരുവാനിടയായി. इसके लिए मेरे दर्द के समय में मैं परमेश्वर में आनंदित होता हूं करके प्रेरित पौलुस वहां पर कहता है। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്റെ കഷ്ടതയിലും സന്തോഷിക്കുന്നു. यूसुफ की जिंदगी में काफी हालेलुया प्रेज़ लॉर्ड ऐसे प्रश्न था जहां पर उसने परमेश्वर से प्रार्थना किया, लेकिन परमेश्वर से जवाब नहीं दिया। ജോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പല വിഷയങ്ങൾക്കും അവൻ പ്രാർത്ഥിച്ചതിന് അവന് മറുപടി ലഭിച്ചിട്ടില്ല. हालेलुया प्रेज़ लॉर्ड। वो जब उस कुएं में उसको डाला गया था, शायद उसने प्रार्थना किया होगा, लेकिन परमेश्वर से कुआं से घर जाने के लिए अनुमति नहीं दिया। ഒരു പക്ഷേ പൊട്ടക്കിണറ്റിൽ കിടന്ന് ജോസഫ് പ്രാർത്ഥിച്ചു കാണും, ദൈവമേ എന്നെ വീട്ടിലേക്ക് മടക്കി അയക്കണമേ എന്ന്. എന്നാൽ അവന്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് യോസഫിനെ ദൈവം ഭവനത്തിൽ മടക്കി വിട്ടില്ല. सच में हम जब यूसुफ के बारे में पढ़ते हैं, हम वो 13 साल या 14 साल के उसके कठिनाइयों के बारे में हम जरूर हाईलाइट करते हैं, लेकिन उसके बाद में वो जितना साल परमेश्वर के द्वारा इस्तेमाल हुआ उसके बारे में काफी बार हम हाईलाइट नहीं करते हैं। ജോസഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാം ജോസഫ് അനുഭവിച്ച കഷ്ടതയുടെ 13 വർഷത്തെ നമ്മൾ ഒത്തിരി വലുതാക്കി പറയാറുണ്ട്. എന്നാൽ അതിന്
അതിനുശേഷം താൻ അനുഭവിച്ച സുഖത്തിന്റെ സമയം എത്ര നീണ്ട കാലം ദൈവം തന്നെ ഉപയോഗിച്ചു എന്നുള്ളത് പലപ്പോഴും പറയപ്പെടാറില്ല. कठिनाई का समय मैं एपिसोड इग्नोर करने के लिए नहीं बोल रहा हूं, लेकिन परमेश्वर ने उसे इस्तेमाल किया हुआ साल भी हम गिनना बड़ा हमें जरूरी है. കഷ്ടത അനുഭവിച്ച വർഷങ്ങളെ മറന്നു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ നന്മ അനുഭവിച്ചതും കൂടെ നമ്മൾ എണ്ണണം. हालेलुया. मुझे पता है कि समय काफी आगे बढ़ा है, लेकिन आपके अंदर हिम्मत जगाने के लिए दो आयतों को जल्दी से हम पढ़ेंगे. वहां पर यूसुफ का उम्र क्या था, उसका मृत्यु का समय वहां पर हम देखने के लिए कोशिश करेंगे. സമയം മുന്നോട്ട് പോയെങ്കിലും രണ്ട് വാക്യങ്ങൾ യോസഫിന്റെ പ്രായവും വർഷവും സംബന്ധിച്ച് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. उल्पत्ति की किताब उसके 50वें अध्याय उसके 26 आयत, जेनेसिस चैप्टर 50 वर्सेस 26, 50वें अध्याय के 26वें आयत को जल्दी से हम देखेंगे. ഉൽപ്പത്തി പുസ്തകം 50:26. യോസെഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. हालेलुया. 110 साल की उम्र में उसका मृत्यु होता है और उसे दफना रहा है. അവിടെ 110 വയസ്സായപ്പോഴാണ് യോസെഫ് മരിച്ചത്. हालेलुया. और अब हम देखेंगे उल्पत्ति की किताब उसके 41 अध्याय उसके 46 आयत को भी हम जल्दी से देखेंगे. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 46 വാക്യം കൂടെ നമുക്ക് നോക്കാം. 41 का 46. യോസെഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. हालेलुया. जब यूसुफ फरवो के सामने जब खड़ा है, तब यूसुफ का उम्र 30 साल का उम्र था. യോസെഫ് ഫറവോന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവന്റെ പ്രായം 30 വയസ്സ്. 110 माइनस 30 कितना है? 110 മൈനസ് 30. हालेलुया. प्रेज लॉर्ड. मेरा मैक्स थोड़ा कमजोर है, लेकिन शायद आप जब गिनेंगे तब पता चलेगा कि 80 साल तक है करके हमें पता चलता है. ആ കണക്ക് കൂട്ടി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം 80 വയസ്സ് ആണ് പ്രായം. ये 80 साल क्या छोटा उम्र है? 80 വയസ്സ് എന്ന് പറയുന്നത് ചെറിയൊരു കാലമാണ്. मिस्रैम का प्रेज लॉर्ड हालेलुया गवर्नर बन के वहां के दूसरे पदवी में 80 साल हालेलुया वहां के सारे बातों के ऊपर नियंत्रण करने के लिए जो अनुभव है, क्या वो साधारण समय है? മിസ്രയീമിലെ ഒരു പ്രധാന അധികാരിയായി 80 വർഷം താൻ വാഴുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാലമാണ്. अरे इंडिया का प्राइम मिनिस्टर 80 साल कहा, अरे उम्र कहाँ रहेगा उतना. लेकिन यहाँ पर यूसुफ की जिंदगी में 80 साल तक वो गवर्नर बन के वो पूरा मिस्रैम के ऊपर वो राज्य कर रहा है. ഇവിടുത്തെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 80 വർഷം ഭരിക്കുമോ? ഇല്ല, അല്ല. 80 വർഷം അവർ ജീവനോടെ പോലും ഇരിക്കുമോ? അറിയില്ല. ആമേൻ. എന്നാൽ യോസെഫ് നീണ്ട 80 വർഷം അവിടെ പ്രധാന അധികാരിയായി മിസ്രയീമിൽ ഇരിപ്പാനിടയായി. लेकिन उसके जिंदगी का 13 साल उसके उसका पेशेंस बढ़ाया, उसका कैरेक्टर फॉर्मेशन हुआ. ताकि वो जब राजमहल में आया तब अपने भाइयों को देखकर उसे क्षमा करने का एक भावना उसके जिंदगी में आया. परमेश्वर का स्वभाव उसके अंदर आने के लिए शायद कुएं के अंदर गिरना पड़ेगा, शायद मिस्रैम के उस बिक्री करने वालों के हाथ में भेजना पड़ेगा, कारागृह में रहना पड़ेगा, अलग अलग सदियों से जाना पड़ेगा, क्योंकि परमेश्वर को आपके बारे में उद्देश्य बहुत श्रेष्ठ है. എന്നാൽ തന്റെ ജീവിതത്തിലെ 13 വർഷം താൻ അനുഭവിച്ച കഷ്ടം എന്ന് പറയുന്നത് തന്റെ സ്വഭാവത്തിന് രൂപീകരണം വരുത്തുവാനിടയായി തീർന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവവും സഹിഷ്ണുതയും സൗമ്യതയും ക്ഷമയും ഒക്കെ തന്റെ ജീവിതത്തിൽ ആമേൻ ആ വർഷങ്ങൾ ദൈവം രൂപീകരിച്ചെടുത്തത് കൊണ്ടാണ് പിന്നീട് തന്നെ ഉപദ്രവിച്ച അവൻ തന്റെ സഹോദരന്മാരോട് ക്ഷമിക്കുവാൻ തനിക്ക് കഴിഞ്ഞത്. അതിനുവേണ്ടി താൻ ആമേൻ മിസ്രയീമ്യരുടെ കൈകളിൽ വിൽക്കപ്പെടുവാനിടയായി, പൊട്ടക്കിണറ്റിൽ ഇടപെടുവാനിടയായി, ആമേൻ പല വഞ്ചനയാലും താൻ ചതിക്കപ്പെടുവാനിടയായി തീർന്നത്. और भी काफी लोगों के बारे में बताने, लेकिन समय खत्म होने के कारण समाप्त करना चाहते हो, लेकिन एक आयत को पढ़कर हम वहां पर बंद करेंगे. यशायाह की किताब उसके 41 अध्याय 9 और 10 आयत को पढ़ेंगे. यशायाह चैप्टर 41 वर्सेस 9 and 10 हम पढ़कर वहां पर हम समाप्त करेंगे. യെശയ്യാ 41:9-10 വാക്യങ്ങൾ. ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു.
ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. हालेलुया। संसार के छोर से, संसार के उस अंध से मैंने तुझे हैंड पिक किया है करके परमेश्वर कह रहा है। ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ എടുത്തു, കൈകൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തെന്ന് ദൈവം പറയുക. हालेलुया। जब किसी के नजर में तेरे बारे में कोई सोच तक नहीं था, तब मैंने तुझे चुन लिया है। ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ഇരുന്നിടത്ത് നിന്ന് ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. हालेलुया। किसी के नजर भी तेरे ऊपर नहीं पहुंचा, काफी अंत में था, लेकिन वहां से मैंने तुझे चुन लिया है। ആരുടെയും നോട്ടമെത്താത്ത, ദൃഷ്ടിയെത്താത്ത ഒരു മൂലക്കിരുന്ന് നമ്മളെ ദൈവം തിരഞ്ഞെടുപ്പാനിടയായി. हालेलुया। और कहता है कि मैंने तुझे चुना है, इसके लिए मत डर, मैं तेरे साथ हूं। ആ തിരഞ്ഞെടുപ്പ് നൽകി ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. मेरे दाहिने हाथ तुझे चलाने वाला എന്റെ है। വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. हालेलुया। जो परमेश्वर ने आपको चुना है, उसको आपके बारे में बहुत बड़ा एक उद्देश्य है। നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശം. आपकी जिंदगी में यदि उसने ना कहा है, तो वो जरूर एक रीडायरेक्शन के लिए आपकी जिंदगी को नियंत्रण कर रहा है। ദൈവം ജീവിതത്തിൽ എന്തെങ്കിലും വേണ്ട, ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിതിരിച്ചു വിടുന്ന അനുഭവം മുന്നിലുണ്ടാകും. हालेलुया। इट इज टू प्रोटेक्ट यू। आपको हानि से बचाने के लिए परमेश्वर आपसे नो कह रहा है। ചില ആമേൻ അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം തരുവാൻ വേണ്ടി നമ്മെ കാത്തു സൂക്ഷിപ്പാൻ ചിലത് ദൈവം ആമേ वो വിലക്കിയിരിക്കുന്നു. हमें तैयार करने की, टू प्रिपेयर अस, हमसे वो ना कह रहा है। നമ്മളോട് ദൈവം നോ പറയുന്നത് നമ്മെ അവന്റെ രൂപാന്തര വരുത്തി മാറ്റി എടുക്കുവാൻ, സ്വഭാവ एक ही രൂപീകരണത്തിനാണ്. उद्देश्य है, हमें अनंतता के लिए वो तैयार कर रहा है। ദൈവത്തിന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിത്യജീവനിൽ നമ്മളെ എത്തിക്കുക. मेरे जिंदगी में आने वाले सारे बातों के पीछे एक ही उद्देश्य मेरा परमेश्वर का है, हमें अनंतता के लिए तैयार करना है। എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല വിഷയങ്ങളുടെയും പുറകിൽ ദൈവത്തിന് ആമേൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നമ്മളെ നിത്യജീവനിൽ എത്തിക്കുക. इसके लिए निराश ना हो जाए, चाहे बीमार आए, क्लेश आए, कठिनाई आए, अनर्थ आए, लेकिन हम ना डरे। परमेश्वर का एक ही उद्देश्य है, हमें अनंतता के लिए वो हमें तैयार कर रहा है। അതുകൊണ്ട് ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വന്നാലും, രോഗം വന്നാലും, പ്രയാസം വന്നാലും, നിരാശ വന്നാലും, ഇതിന്റെ എല്ലാം പുറകിൽ ദൈവികമായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ഒരുക്കിയെടുത്ത് നിത്യജീവനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ट्रस्ट इन हिज हैंड्स, उसके हाथों पर हमारा भरोसा हम बढ़ाने അവന്റെ पाए। കരങ്ങളിൽ നാം ആശ്രയിക്കുവാനിടയാകട്ടെ. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए। ऐसे अवसर दिए परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। हमें भी आप प्रार्थना में उठाए रखते हैं, हमारे लिए बहुत ही आशीष का कारण है। थैंक यू। कंटिन्यू टू प्रे फॉर अस। हमें भी आपकी प्रार्थना में निरंतर आप उठाए रखिएगा। गॉड ब्लेस यू ऑल। आमेन, आमेन।